ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിലെ ആദ്യ പാർട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വ്യാപനം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞ അഭിപ്രായമാണിത്. അപ്പോൾ ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക്ക് പറഞ്ഞതാണ് എന്ത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം വിശദമാക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം അത്രമാത്രം മറ്റ് രാജ്യങ്ങളെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ യൂറോപ്പിനെ സ്വാധീനിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അത് മെറ്റേണിക്കാണ്. ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക്, ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേണിക്ക്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം, അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ പിൽക്കാലത്ത് യൂറോപ്പിലുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഏത് വിപ്ലവം ആവേശം പകർന്നു? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ആകുകയും ചെയ്തു. അപ്പോൾ യൂറോപ്പിൽ എന്താണ്? ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു, അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ആവുകയും ചെയ്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമാണ്. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ഏതാണ്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ രാജ്യമെന്നാൽ അതൊരു പ്രദേശമല്ല, പിന്നെന്താണ്? രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊരു സ്വാധീന ഫലമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണമുണ്ടായത് ഏതിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ഏതാ? ഈ ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ തന്നെ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയതും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്ത് ചെയ്തു? ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായി സംഭവിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും ആണ്. ഇന്ത്യയും ഫ്രഞ്ച് വിപ്ലവവും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂറിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ച ഇന്ത്യയിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി പോരാടുവാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ടിപ്പു ആരുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടത്? ഫ്രഞ്ചുകാരുമായി സഖ്യത്തിലേർപ്പെട്ടത്. പൗരനായ ടിപ്പു അല്ലെങ്കിൽ സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് എന്ത് സ്ഥാപിച്ചു? സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. അതായത് ട്രീ ഓഫ് ലിബർട്ടി നട്ടത് ആരാണ്? നമ്മുടെ ടിപ്പു സുൽത്താനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഫ്രഞ്ച് സിറ്റിസൺ, അതായത് പൗരനായ ടിപ്പു എന്ന സ്ഥാനപ്പേരാണ് സ്വീകരിച്ചത്. അതായത് ഫ്രഞ്ചുകാരുമായുള്ള
ആ ഒരു വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം എന്ത് പേര് സ്വീകരിച്ചത്? സിറ്റിസൺ ടിപ്പു അഥവാ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. അടുത്തത്, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ഉള്ളതാണ് എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഇനി എന്താണ്? എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ എന്തിനുള്ളൂ? നിയമത്തിനുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപന ഫലമായിട്ടുണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തന്നത് എന്താണ്? നമ്മുടെ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇത് വായിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളും ഇതിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നുവെന്ന് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ എങ്ങനെ ജീവിക്കണം? സ്വതന്ത്രനായി ജീവിക്കുന്നു. അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ള ഒന്നാമത്തെ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഏതൊരു രാഷ്ട്രീയ കൂട്ടായ്മയായാലും അതിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണെന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളതെന്നും പറയുന്നു. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ? നിയമത്തിനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്വാധീനവും വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്കിവിടെ ഒരു അഡീഷണൽ റീഡിംഗ് തന്നിട്ടുണ്ട്. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ്. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ റൂസോയുടെ പ്രശസ്ത ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? സോഷ്യൽ കോൺട്രാക്റ്റ് എന്നത് ആരുടെ ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? റൂസോയുടെ ഗ്രന്ഥമാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ റൂസോ പറഞ്ഞത് എന്താണ്? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? റൂസോയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവുമാണ് അടുത്ത് പറയുന്നത്. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയനായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയൻ എന്ത് ചെയ്തു? ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ ആര് നേരിട്ടു? നമ്മുടെ നെപ്പോളിയൻ നേരിടുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അപ്പം നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം എന്ന് ചോദിച്ചാൽ എന്ത് പറയുക? 1799 നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അപ്പോൾ നമ്മുടെ നെപ്പോളിയൻ ഒരു ഏകാധിപതിയായിരുന്നു, പക്ഷേ നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കി.
ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. അപ്പോൾ നമ്മുടെ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമാണ് നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. അവ ഏതെല്ലാമായിരുന്നുവെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അപ്പോൾ നെപ്പോളിയൻ ചെയ്ത ഒന്നാമത്തെ പരിഷ്കരണം എന്താണ്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിക്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അപ്പോൾ സിക്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ നെപ്പോളിയനാണ്. സിക്കിംഗ് ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നെപ്പോളിയൻ സിക്കിംഗ് ഫണ്ട് രൂപീകരിച്ചതെന്ന് ചോദിക്കാം. പൊതു കടം ഇല്ലാതാക്കാൻ വേണ്ടി സിക്കിംഗ് ഫണ്ട് എന്ന ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിഷ്കരണം എന്താണ്? ഗതാഗത പുരോഗതിക്കായി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ പുരോഹിതന്മാരുടെ മേൽ എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി നെപ്പോളിയൻ സ്ഥാപിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അപ്പോൾ നെപ്പോളിയൻ എന്ത് ചെയ്തു? നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. ഇതൊക്കെയായിരുന്നു നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളെന്ന് പറയുന്നത്. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം ഏതാണ്? വാട്ടർലൂ യുദ്ധമാണ്. വാട്ടർലൂ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതാരാണ്? യൂറോപ്യൻ സഖ്യ സൈന്യമാണ് നമ്മുടെ നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് 1815. നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും പരിശോധിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏതെല്ലാം ആശയങ്ങൾ അവയിൽ പ്രതിഫലിക്കുന്നുവെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വച്ച ആശയങ്ങളും നെപ്പോളിയൻ്റെ പരിഷ്കാര നയങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മധ്യവർഗത്തിൻ്റെ ഉയർച്ച. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളിലുള്ളതാണ് എന്തൊക്കെയാണ്? മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത. ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. ഇനി നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും എന്തൊക്കെയായിരുന്നു? നെപ്പോളിയൻ കർഷകർക്ക് കൃഷിഭൂമി എന്ത് ചെയ്തു? പതിച്ചു നൽകി. അതുപോലെ തന്നെ അതുപോലെ പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ എന്ത് ചെയ്തു? ഒരു ഫണ്ട് ആര് രൂപീകരിച്ചു? നമ്മുടെ നെപ്പോളിയൻ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസിൽ അദ്ദേഹം ഒരു ബാങ്ക് സ്ഥാപിക്കുകയുണ്ടായി. ഫ്രാൻസിൽ എന്ത് ചെയ്തു? ഒരു ബാങ്ക് സ്ഥാപിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു പുരോഹിതന്മാരെ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. പുരോഹിതന്മാരുടെ പ്രവർത്തികളെയൊക്കെ ആര് നിയന്ത്രിച്ചു? നെപ്പോളിയൻ നിയന്ത്രിച്ചു. ഇതൊക്കെയാണ് നെപ്പോളിയൻ ചെയ്ത പ്രവർത്തികളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നു ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകന്മാർക്ക്, ശ്മശാനങ്ങൾക്കും സാമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തിന്നുവാൻ മാച്ചുപിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി എഴുതിയതാരാണ്? പാബ്ലോ നെരൂദയുടെ കൃതിയാണ് മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്നത്. അപ്പോൾ പാബ്ലോ നെരൂദ. ഇവിടെ എന്താ പറഞ്ഞത്? തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചുപിച്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കവിയായ പാബ്ലോ നെരൂദയുടെ കവിതയാണ് മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങളെന്ന് പറയുന്നത്. ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വിഭവങ്ങളുടെ സമൃദ്ധി,
ചോള കൃഷി ഉണ്ടായിരുന്നു, ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഇതൊക്കെ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൽ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ അതാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്നത് ആരുടെ കോളനി ആയിരുന്നു? ലാറ്റിൻ അമേരിക്ക സ്പെയിനിൻ്റെയും പോർച്ചുഗീസുകാരുടെയും കോളനിയായി മാറി. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. സ്പെയിനും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ സ്പെയിനും പോർച്ചുഗീസുകാരും കോളനി സ്ഥാപിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ സ്പാനിഷ് ശൈലിയിൽ എന്ത് ചെയ്തു? വീടുകളും ദേവാലയങ്ങളും നിർമ്മിച്ചു, അതുപോലെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ എന്ത് ചെയ്തു? നടപ്പിലാക്കി. അപ്പോൾ സ്പാനിഷ് കൃഷിരീതികൾ അതുപോലെ പിന്നെ കൃഷിരീതികളും അവരുടെ സ്കൂളുകളും ഒക്കെ എവിടെ നടപ്പിലാക്കി? നമ്മുടെ ഈ ലാറ്റിൻ അമേരിക്കയിൽ നടപ്പിലാക്കി. യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്തത്? യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് പകർന്നത്. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സ്പെയിനും പോർച്ചുഗീസും ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും എല്ലാം കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ഇവരെന്താ ചെയ്തത്? കോളനികളാക്കി വയ്ക്കുക മാത്രമല്ല ചെയ്തത്, കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബൊളീവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ്? അവരാണ് ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളീവർ. അപ്പോൾ ആരൊക്കെയാണ് ലാറ്റിൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ആരൊക്കെ പറയാം? ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളീവർ. അപ്പം മാർട്ടിൻ, മിരാഡ, ബൊളീവർ എന്ന് പഠിച്ചു വയ്ക്കുക. മാർട്ടിൻ, മിരാഡ, ബൊളീവർ എന്നിവയാണ് ഏത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ദേശീയ നേതാക്കളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യ അഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. അപ്പോൾ ഇത് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന കൃതിയിലെ കുറച്ച് ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന കൃതിയിലുള്ളതാണ്. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്ന കൃതി അല്ലെങ്കിൽ നോവൽ എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരാണ് മാക്സിം ഗോർക്കി. റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും.
അപ്പോൾ എന്താണ് റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. അന്നത്തെ റഷ്യൻ സമൂഹത്തെപ്പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം, എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. എല്ലാവരും അധ്വാനിക്കണം. ഒരു വിഭാഗം മുതലാളിയായിട്ടും ഒരു വിഭാഗം അടിമകളെ പോലെ പണിയെടുക്കുന്നവരായിട്ടും ആകരുത് എന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നു, ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രമുള്ള കാലത്തോളം ഞങ്ങൾ ആരായി മാറും? ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ അധികാരവും ജനങ്ങൾക്കാണ്, എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്കാണ്, അധ്വാനം എല്ലാവരുടെയും ചുമതലയാണ്, ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഇതൊക്കെയാണ് ഇവിടെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് റഷ്യ ഭരിച്ചിരുന്നത് ആരാണ്? സാർ ചക്രവർത്തിമാരാണ്. സാർ ചക്രവർത്തിമാർ എങ്ങനെയായിരുന്നു? ഏകാധിപത്യകളായിരുന്നു. അവർ ഏകാധിപത്യത്തിന് കീഴിലാണ്. അവരുടെ ഏകാധിപത്യത്തിന് കീഴിൽ നമ്മുടെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പറയാം റഷ്യ ഭരിച്ചിരുന്നത് ആരാണ്? സാർ ചക്രവർത്തിമാർ. അവർ ഏകാധിപതികളായിരുന്നു. അന്നത്തെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. അപ്പോൾ കാർഷിക മേഖലയിൽ എന്താണ്? അവർക്ക് കുറഞ്ഞ ഉൽപ്പാദനമാണ് ഉണ്ടായിരുന്നത്. അത് അവരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. അപ്പോൾ കർഷകർ എന്ത് ചെയ്യേണ്ടി വന്നു? ധാരാളം നികുതി അടയ്ക്കേണ്ടി വന്നു. അത് അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായി ഇരുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം എങ്ങനെയാണ്? തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം എങ്ങനെയായി? തുച്ഛമായി മാറി. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും ആരാ നിയന്ത്രിച്ചത്? വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്താണെന്ന് നോക്കാം. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംസ്കീൻ എന്ന് പറയുന്നത്. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ. അപ്പം എന്താണ്? റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ ചെയ്തത് ആരാണ്? സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തതാണ് ഈ സിനിമ. അപ്പോൾ റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ എന്ത് ചെയ്തു? നടത്തിയ കലാപമാണ് ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. അപ്പോൾ നമ്മുടെ കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ എന്ത് ചെയ്തു? കലാപം നടത്തി. അപ്പോൾ അങ്ങനെ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം എന്ന് പറയുന്നത്. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീനാണ്. അപ്പോൾ ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ് ഈ ചലച്ചിത്രം. അത് സംവിധാനം ചെയ്തത് ആരാണ്? സെർഗി ഐസൻസ്റ്റീനാണ്.
അപ്പോൾ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംഗെയിൻ. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ബാറ്റിൽ ഷിപ്പ് പൊട്ടംഗെയിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? സെർഗി ഐസൻസ്റ്റീൻ ആണ്. ഇത് ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതായിരുന്നു ഈ ചലച്ചിത്രം? ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംഗെയിൻ എന്ന് പറയുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ എന്താണ്, നമ്മുടെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യയിലെ സാഹിത്യകാരന്മാരാണ് ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആൻഡൺ ചെക്കോവ്. ചിലപ്പോൾ ഈ 4 തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ വേറൊന്നുകൂടി തന്നിട്ട് ഉൾപ്പെട്ടത് ഇതൊക്കെ ചോദിക്കാം. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. അപ്പോൾ ആരുടെയൊക്കെ കൃതികളാണ്? നമ്മുടെ കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ മാക്സിം ടോൾസ്റ്റോയും മാക്സും ഫ്രെഡറിക് ഏംഗൽസും അവരെന്താ പറഞ്ഞത്? മാക്സും ഏംഗൽസും പറഞ്ഞത് ഇങ്ങനെയാണ്: മുതലാളികൾ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം എന്ത് ചെയ്യുക? തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കണമെന്നവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി തൊഴിലാളി സംഘടനകൾ നിലവിൽ വന്നു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ റഷ്യയിൽ രൂപം കൊണ്ട വർക്കേഴ്സ് പാർട്ടിയാണ് ഏത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട വർക്കേഴ്സ് പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്തു? പിന്നീട് മെൻഷെവിക്കുകൾ എന്നും അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം എന്നും 2ആയി പിരിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? മുതലാളികൾക്ക് പകരം, മുതലാളികളെ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ഈ നമ്മൾ പറഞ്ഞ മാർക്സും ഏംഗൽസും ഒക്കെ തൊഴിലാളികൾക്ക് ആഹ്വാനം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടന രൂപം കൊണ്ടു. ഇങ്ങനെ രൂപം കൊണ്ടൊരു സംഘടനയാണ് ഏതെന്ന് പറഞ്ഞു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്തു? പിന്നീട് 2ആയി വിഭജിച്ചു. ഏതൊക്കെയാണ്? ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. ഇതിൽ മെൻഷെവിക്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷവും ബോൾഷെവിക്ക് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും ആയിരുന്നു. അപ്പോൾ ബോൾഷെവിക്കുകളാണ് കൂടുതലുള്ളത്. മെൻഷെവിക്കുകൾ എങ്ങനെയാണ്? വളരെ കുറവായിരുന്നു, ന്യൂനപക്ഷക്കാരായിരുന്നു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഭൂരിപക്ഷമായ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ലെനിൻ, അതുപോലെ ട്രോട്സ്കി തുടങ്ങിയവരാണ് ബോൾഷെവിക് പാർട്ടിക്ക് രൂപം നൽകിയത്. അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ മെൻഷെവിക്ക് അഥവാ ന്യൂനപക്ഷത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്ക് അല്ലെങ്കിൽ അതാണ് ഭൂരിപക്ഷത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ലെനിനും ട്രോട്സ്കിയും ആയിരുന്നു. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. അപ്പോൾ 1905 എന്ത് ചെയ്തു? റഷ്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? പ്രതിസന്ധി വളരെ രൂക്ഷമായി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ
പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 1905 ജപ്പാനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്നു. യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? റഷ്യ പരാജയപ്പെട്ടു. ഇതിനെ തുടർന്ന് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരവും ആവശ്യപ്പെട്ടു റഷ്യയിലെ തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗ്രാഡ്, റഷ്യൻ തലസ്ഥാനമായ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 എന്ത് ചെയ്തു? ഒരു പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. അപ്പോൾ പട്ടാളക്കാരെന്ത് ചെയ്തു? വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നു. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്തു? സമരം നടത്താനായിട്ട് തൊഴിലാളികളുടെ സംഘങ്ങൾ എന്ത് ചെയ്തു? റഷ്യയിലാകമാനം രൂപീകരിച്ചു. ഇവ അറിയപ്പെട്ടത് എന്താണ്? ഈ സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയറ്റുകൾ എന്നാണ്. ഈ സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. അപ്പോൾ സാർ ചക്രവർത്തി എന്ത് ചെയ്തു? ഈ സമരമൊക്കെ ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതനായി. അപ്പോൾ റഷ്യയിലെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ഡ്യൂമ. റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ. അപ്പോൾ ഡ്യൂമ രൂപീകരിക്കാൻ ആര് നിർബന്ധിതനായി? സാർ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിയമനിർമ്മാണ സഭയായ ഡ്യൂമയെ എതിർത്തുകൊണ്ട് 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ ആര് തീരുമാനിച്ചു? നിക്കോളാസ് രണ്ടാമൻ. സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ യുദ്ധത്തിൽ അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. അപ്പോൾ യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വളരെ രൂക്ഷമാകും. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. അപ്പോൾ ഇതിനെ തുടർന്ന് 1917 മാർച്ച് 8 ആയപ്പോൾ എന്ത് ചെയ്തു? ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു? തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം മാർച്ച് 8 എന്ത് ചെയ്തത്? ഈ വിപ്ലവം നടന്നത്. പക്ഷേ അത് റഷ്യൻ കലണ്ടർ പ്രകാരം ഏതാണ്? ഫെബ്രുവരിയിലാണ് നടന്നത്. അതുകൊണ്ട് ഈ വിപ്ലവം അറിയപ്പെടുന്ന പേരെന്താണ്? ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ റഷ്യയിൽ അധികാരത്തിൽ വന്നത് 1917 മാർച്ച് 8 റഷ്യയിലെ ആരുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നിലവിൽ വന്നത്? മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെൻറ്റാണ് റഷ്യയിൽ എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതുകൊണ്ടാണ് മാർച്ചിൽ നടന്ന വിപ്ലവം എന്തെന്നറിയപ്പെട്ടത്? ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടത്. അടുത്ത് നമ്മൾ പറയുന്നത് മാർക്സിസത്തെക്കുറിച്ചാണ്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. അപ്പോൾ മാർക്സും ഏംഗൽസും ചേർന്ന് രൂപം കൊടുത്ത ഒരു ആശയ സംഹിത, അതാണ് എന്തെന്ന് പറയുന്നത്? മാർക്സിസം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ്
ഇതിലെ പ്രധാന ആശയം. അപ്പോൾ ഇവരെന്താണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ഇവിടെ പറയുന്നത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവ്വ ആധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാണ്, തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവ്വ ആധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും ആരാഹ്വാനം ചെയ്തു, ഈ മാർക്സിസ്റ്റുകൾ ആഹ്വാനം ചെയ്തു. അവർ പറയുന്നത് എന്താണ്, ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നാണ് ആര് പറയുന്നത്, മാർക്സിസ്റ്റുകൾ പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത്, താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ ഒരു താൽക്കാലിക ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നു. താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ ആര് അംഗീകരിച്ചില്ല, റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് റഷ്യയിൽ 1917 മാർച്ച് 8 എന്ത് ചെയ്തത്, വിപ്ലവത്തിലൂടെ എന്ത് വന്നത്, ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. പക്ഷേ ഇതിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം ഈ അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെൻറ്റിനെ അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. അപ്പോൾ ഈ സമയം എന്ത് ചെയ്തു, സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമർ ലെനിൻ എന്ത് ചെയ്തു, റഷ്യയിലെത്തുകയും താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്ത നേതാവ് ആരാണ്, വ്ളാഡിമർ ലെനിനാണ്. അദ്ദേഹം ആ സമയത്ത് എവിടെയായിരുന്നു, സ്വിറ്റ്സർലൻഡിലായിരുന്നു. അവിടെ നിന്ന് റഷ്യയിലേക്ക് വരികയും ആ ഗവൺമെൻറ്റിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ്, അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് നൽകണമെന്ന് ലെനിൻ ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. അപ്പോൾ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും എന്ത് ചെയ്തു, ലെനിനെ പിന്തുണയ്ക്കുകയും അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂവെന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്ന് ആർക്കറിയാമായിരുന്നു, ബോൾഷെവിക്കുകൾക്ക് അറിയുമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതെന്തൊക്കെയായിരുന്നു, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. അപ്പോൾ ഈ ബോൾഷെവിക്കുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഇതാണ് നമ്മുടെ സോവിയറ്റുകൾ ആഹ്വാനം ചെയ്തത്, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച അവരുടെ ആശയങ്ങൾ, അല്ലെങ്കിൽ ബോൾഷെവിക്കുകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം. പിന്നെന്താണ്, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് ആർക്ക് നൽകണം, കർഷകർക്ക് നൽകണം. പിന്നെയോ ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണം. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. അപ്പോൾ 1917 ഒക്ടോബർ ആയപ്പോൾ എന്ത് ചെയ്തു, ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. കെറൻസ്കി അങ്ങനെ രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം, റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ 1917 ഒക്ടോബറിൽ എന്ത് ചെയ്തു, ബോൾഷെവിക്കുകൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ്റിനെ എന്ത് ചെയ്തു, അധികാരത്തിൽ നിന്നിറക്കി. കെറൻസ്കി അങ്ങനെ എന്ത് ചെയ്തു, രാജ്യം വിട്ടുപോയി. റഷ്യ ആരുടെ നിയന്ത്രണത്തിലായി, ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ബോൾഷെവിക്കുകൾ അധികാരം ലഭിച്ച ഈ സംഭവം എന്തെന്നറിയപ്പെടുന്നു, ഒക്ടോബർ
ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഷെവിക്കുകൾ റഷ്യയിൽ അധികാരത്തിലേറിയ സംഭവമാണ് എന്ത്? ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. അപ്പോൾ എന്ത് ചെയ്തു? തുടർന്ന് ലെനിൻ അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. അപ്പോൾ യുദ്ധത്തിൻ്റെ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഒന്നെന്തായിരുന്നു? യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നായിരുന്നു മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ടാമത് എന്ത് ചെയ്തു? ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. അപ്പോൾ സാങ്കേതിക രംഗങ്ങളിൽ റഷ്യ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ 1924 റഷ്യയിൽ എന്ത് വന്നത്? പുതിയ ഭരണഘടന നിലവിൽ വന്നത്. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കുകയും ചെയ്തു 1920. അപ്പോൾ USSR നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1924 USSR നിലവിൽ വന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് നമ്മുടെ USSR നിലവിൽ വന്നു. സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ റഷ്യ എന്ത് ചെയ്തു? ഇതെല്ലാം നമ്മുടെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം കൂടി ചേർന്നിട്ട് എന്തായി മാറി? USSR ആയി രൂപീകരിച്ചു 1924. പിന്നെയോ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്തു? വ്യാപകമായി. ഇതൊക്കെയാണ് എന്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ചൈനീസ് വിപ്ലവം നമുക്ക് നോക്കാം. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു. അവ എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിൽ 2 പ്രധാനപ്പെട്ട അമേരിക്കയും കൊളോണിയൽ ശക്തികളും ചേർന്നിട്ട് ചൈനയിൽ സ്വീകരിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് കറുപ്പ് യുദ്ധവും ഒന്ന് എന്താണ്? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. എന്താണ് കറുപ്പ് വ്യാപാരം? കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളായ എന്തൊക്കെയാണ്? ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, അതുപോലെ തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. അപ്പോൾ ഇവയൊക്കെ കയറ്റുമതി ചെയ്താൽ എന്ത് ചെയ്തു? ചൈനയ്ക്ക് നല്ല ലാഭം കിട്ടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. അപ്പോൾ ചൈനയിൽ നിന്ന് കയറ്റുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൈനയിലേക്ക് എന്തുണ്ടായിരുന്നില്ല? ഇറക്കുമതി ഉണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഇതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചൈനയിലേക്ക് എന്ത് ചെയ്തു? ലഹരി പദാർത്ഥമായ കറുപ്പ് ആര് ഇറക്കുമതി ചെയ്തു? ഇംഗ്ലീഷ് വ്യാപാരികൾ ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ എന്ത് ചെയ്തു? അടിമത്തത്തിലായി. അടുത്ത് നമ്മൾ പറയുന്നത് തുറന്ന വാതിൽ നയമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്തു? നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ചൈനയുമായിട്ട് വ്യാപാര ആനുകൂല്യങ്ങളൊക്കെ കരസ്ഥമാക്കി ഇങ്ങനെ പോകുമ്പം ചൈനയുമായിട്ട് ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ്
തുറന്ന വാതിൽ നയം. അപ്പോൾ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത് ആരാണ്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് എന്ത് നയം? തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. അപ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുന്നു. അപ്പോൾ അമേരിക്കയും വാദിച്ചു എന്താണ്? ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അങ്ങനെ ചൈന എന്ത് ചെയ്തു? വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത് ചൈനയിലെ അമേരിക്കയാണ്. അമേരിക്കയിലെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേയാണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്. എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ സമയത്ത് ചൈനയിൽ ഭരണം നടത്തിയിരുന്നത് ഏത് രാജവംശമാണ്? മഞ്ചു രാജവംശമാണ്. ഈ മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. പക്ഷേ ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ എന്ത് ചെയ്തു? 1900 ഈ വിദേശ ഇടപെടലിനെതിരെയൊക്കെ എന്ത് ചെയ്തു? കലാപം സംഘടിപ്പിച്ചു. 1900 ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. അപ്പോൾ അവരുടെ മുദ്ര എന്തായിരുന്നു? ബോക്സർമാരുടെ മുദ്രയായിരുന്നു. ഇതുകൊണ്ട് ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. അപ്പോൾ ബോക്സർ കലാപം നടന്നത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1900 എന്ത് നടന്നത്? ബോക്സർ കലാപം നടന്നത് 1900 1900 എന്ത് നടന്നത്? ബോക്സർ കലാപം നടന്നത്. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. അപ്പോൾ ഈ ബോക്സർ കലാപം ഒരു പരാജയമായിരുന്നെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ഇത് ശക്തി പകർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബോക്സർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1900 ബോക്സർ കലാപം നടന്നത്. 1911 ഡോക്ടർ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. അപ്പോൾ 1911 ഡോക്ടർ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? മഞ്ചു രാജഭരണത്തിനെതിരെ, മഞ്ചു രാജവംശമാണ് ചൈനയിൽ ഭരണം നടത്തുന്നത്. അപ്പോൾ 1911 എന്ത് ചെയ്തു? ഡോക്ടർ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. അപ്പോൾ ഇത് ചൈനയിൽ എന്ത് ചെയ്തു? രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്തു? ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ ഏത് പാർട്ടി? കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൺ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ സൺ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ എന്തൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്കാണ് ആര് പ്രാധാന്യം നൽകിയത്? ഡോക്ടർ സൺ യാറ്റ് സെൻ പ്രാധാന്യം നൽകിയത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? 1911 ആരുടെ നേതൃത്വത്തിൽ? സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ എന്ത് നടന്നു? വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. ഇത് തുടർന്ന് എന്ത് ചെയ്തു? ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചു. സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടി ഏത് പാർട്ടിയാണ്? കുമിങ്താങ് പാർട്ടി. കുമിങ്താങ് പാർട്ടിയാണ് സൺ യാറ്റ് സെൻ രൂപീകരിച്ചത്. സൺ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രാധാന്യം നൽകിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സൺ യാറ്റ് സെന്നിൻ്റെ ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാറ്റ് സെന്നിൻ്റെ ആശയങ്ങൾ. അതിൽ ദേശീയത എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് സൺ യാറ്റ് സെന്നിൻ്റെ ദേശീയത. ഇനി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. അപ്പോൾ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. അതാണ് സോഷ്യലിസം എന്ന ആശയം. അപ്പം മൂലധനത്തെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക, ഭൂമി തുല്യമായി വിതരണം നടത്തുക. ഇതാണ് ആരുടെ ആശയങ്ങൾ?
ജനാധിപത്യം, ദേശീയത, സോഷ്യലിസം എന്ന നമ്മുടെ സൺ യാറ്റ് സെന്നിൻ്റെ ആശയങ്ങൾ. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൺ യാറ്റ് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏതൊക്കെയാണ്? തുറന്ന വാതിൽ നയം, അതുപോലെ എന്താണ് ഇതൊക്കെ, ഇങ്ങനെയുള്ള നയങ്ങൾ ആര് നിർത്തലാക്കാൻ തീരുമാനിച്ചു? സൺ യാറ്റ് സെൻ നിർത്തലാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. അപ്പോൾ നമ്മുടെ സൺ യാറ്റ് സെൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് റിപ്പബ്ലിക് എന്ത് ചെയ്തു? കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? ഈ സമയത്ത് ചൈനയെ സഹായിക്കുകയും ചൈനയിൽ റഷ്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി, ചൈനയിൽ എന്ത് ചെയ്തു? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. അപ്പോൾ ചൈനയിൽ രൂപം കൊണ്ട പാർട്ടിയാണ് ഏത് പാർട്ടി? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്താണ്? ഈ സൺ യാറ്റ് സെൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും എന്ത് ചെയ്തു? സഹകരിച്ച് മുന്നോട്ട് പോയി. എന്നാൽ സൺ യാറ്റ് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്കിൻ്റെ ഭരണത്തിൻ്റെ തലവനായി വന്നപ്പോൾ ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? ഭരണത്തലവനായി വന്നു. ഇതോടെ ഈ സഹകരണം ഇല്ലാതായി. അപ്പോൾ സൺ യാറ്റ് സെൻ്റെ മരണത്തിന് ശേഷം ചൈനയിൽ അധികാരത്തിൽ വന്നതാരാണ്? ചിയാങ് കൈഷക്കാണ്. ഇദ്ദേഹത്തിൻ്റെ വരവോടെ ചൈനയിൽ രണ്ട് പാർട്ടികളും തമ്മിൽ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ കുമിന്താങ്ങുകളും തമ്മിൽ എന്ത് ചെയ്തു? പ്രശ്നങ്ങളായി. ഇവർ തമ്മിലുള്ള സഹകരണം നിന്നു. ഇനി റിപ്പബ്ലിക് ജനകീയമാകുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ജനകീയമായ റിപ്പബ്ലിക് എന്താണെന്ന് നോക്കാം. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. അപ്പോൾ ആദ്യം നമ്മുടെ സൺ യാറ്റ് സെൻ എന്ത് ചെയ്തു? ചൈനയിലെ വിദേശ ശക്തികളുടെ ആധിപത്യമൊക്കെ ഒഴിവാക്കി വിട്ടതാണ്. അപ്പോൾ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരം ഒരുക്കി കൊടുത്തു. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ചൈനയിലെ ബാങ്കിങ്, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, അതുപോലെ ചൈനയിലെ കൽക്കരി, ഇതൊക്കെ ആര് നിയന്ത്രിച്ചു? വിദേശ രാജ്യങ്ങൾ നിയന്ത്രിച്ചു. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. അപ്പോൾ ചിയാങ് കൈഷക്കിൻ്റെ പ്രവർത്തികളെ ആരെതിർത്തു? കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തു. പക്ഷെ അവരെ ക്രൂരമായി നേരിട്ടു. ഈ നിയമം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സെ തൂങ് ഉയർന്നു വന്നു. അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്തത്? ഇങ്ങനെ നിയമങ്ങളൊക്കെ കർശനമായി ഇരിക്കുന്ന സമയത്ത് ചിയാങ് കൈഷക്കിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് ഉയർത്തെഴുന്നേറ്റ് വന്നു? മാവോ സെ തൂങ് ഉയർന്നു വന്നു. മാവോ സെ തൂങ് 1934 എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നൊരു യാത്ര ആരംഭിച്ചു. അപ്പോൾ 1934 എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. അപ്പോൾ വളരെ സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ആരൊക്കെ തമ്മിൽ? നമ്മുടെ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്തു? പടിഞ്ഞാറ് യനാനിൽ ആണ് ഈ യാത്ര അവസാനിച്ചത്. അപ്പോൾ മാവോ സെ തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര അവസാനിച്ചത് ഏത് സ്ഥലത്താണ്? യനാനിലാണ്. വടക്ക് പടിഞ്ഞാറ് യനാനിലാണ് അവസാനിച്ചത്. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. അപ്പോൾ വെറുതെ അല്ല യാത്ര പോയത്. എന്താണ്? ഈ യാത്രയിലുടനീളം എന്ത് ചെയ്തു? ധാരാളം കൃഷിഭൂമികൾ പിടിച്ചെടുത്ത് പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. അപ്പോൾ ലോങ് മാർച്ച് നടന്നത് ഏത് വർഷമാണ്? 1934 നമ്മുടെ മാവോ സെ തൂങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടന്നത്.
വിദേശ ആധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോസെത്തുങ്ങും മാറി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ലോങ് മാർച്ചൊക്കെ നടത്തി കർഷകർക്ക് 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് കർഷകർക്ക് ധാരാളം കൃഷിഭൂമികളൊക്കെ പിടിച്ചു കൊടുത്തു. അപ്പോൾ ഇതോടെ എന്ത് ചെയ്തു? വിദേശ ആധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോസെത്തുങ്ങും മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? കുമിന്താങ് പാർട്ടി മാവോസെതുങ്ങിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും കുമിന്താങ് പാർട്ടി എന്ത് ചെയ്തു? അധികാരത്തിൽ വന്നു. ഇതിനെ തുടർന്ന് കുമിന്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കി. അപ്പോൾ നമ്മുടെ ആരാണ്? മാവോസെതുങ് കുമിന്താങ് പാർട്ടിയുടെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് നമ്മുടെ ചിയാങ് കൈഷക്കിന് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടേണ്ടി വന്നു. അങ്ങനെ 1949 ഒക്ടോബർ 1 ചൈന മാവോസെതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയതെന്നാണ് 1949 ആരുടെ നേതൃത്വത്തിൽ? മാവോസെതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈന എന്ത് ചെയ്തു? 1949 ഒക്ടോബർ 1 ചൈന എന്തായി മാറി? ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറി. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവ മുന്നോട്ട് വച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായി ഇന്നും നിലനിൽക്കുന്നു. ലോകത്തിലെ പ്രധാന വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇനി ഇവിടെ ഒരു എന്താണ് നമ്മുടെ വിപ്ലവങ്ങൾ: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇതിനൊക്കെ കാലഘട്ടം, അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ, സ്വാധീനിച്ച ആശയങ്ങൾ, തത്വചിന്തകൾ, പ്രധാന ഫലങ്ങൾ, ഇതൊക്കെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്ക് എതിരായി രൂപം കൊണ്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായി രൂപം കൊണ്ടത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്താണ്? സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി രൂപം കൊണ്ടത്. റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായി രൂപം കൊണ്ടത്. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവംശത്തിനുമെതിരായിട്ടാണ് രൂപം കൊണ്ടത്. ഇനി ഇവിടെ എന്താണ്? നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ. അപ്പോൾ ആരൊക്കെയാണ്? ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, ജോർജ് വാഷിങ്ടണും തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിനും. ഇവർ മൂന്നുപേരാണ് ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കൾ. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ വരുമ്പോൾ ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാക്കൾ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണെങ്കിലോ ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളീവർ, പിന്നെ ആരാണ്? ജോസേ ഡി സാൻ മാർട്ടിൻ എന്നിവരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കൾ. റഷ്യൻ വിപ്ലവത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ്? കെറൻസ്കി, ലെനിൻ, ട്രോട്സ്കി എന്നിവരാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി ചൈനീസ് വിപ്ലവത്തിലോട്ട് വരുമ്പോൾ ആരൊക്കെയാണ്? സൺ യാത്സനും മാവോസെ തൂങ്ങുമാണ് നമ്മുടെ ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ PSC പ്രിസം ഒഫീഷ്യൽ എന്നടിച്ചാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഡെയിലി ക്വിസ്, അതുപോലെ നമ്മൾ പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് ക്വിസ് ഒക്കെ നടത്താനായിട്ട്, അതുപോലെ കറണ്ട് അഫേഴ്സ് അതിൻ്റെയൊക്കെ ക്വിസ് പിന്നെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക.
എന്നിട്ട് നമുക്ക് പിന്നെ അതിൽ ക്വിസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ PDF നമ്മുടെ കറണ്ട് അഫേഴ്സ് ഇതിൻ്റെയൊക്കെ PDF അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ചാനൽ വഴി വരുത്തേണ്ടത്, അതുപോലെ എന്തെങ്കിലും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ക്ലാസ്സുകൾ വേണം, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞാൽ, കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.